ഹലോ, അപ്പോൾ നമുക്ക് സിമ്പിളായിട്ടുള്ളൊരു മേക്കപ്പ് ചെയ്താലോ? നമ്മുടെ കയ്യിലുള്ള അഫോർഡബിൾ പ്രൊഡക്റ്റ് വെച്ചിട്ടുള്ളൊരു മേക്കപ്പ് നമുക്ക് ചെയ്യാം. അപ്പം ആദ്യം തന്നെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം കേട്ടോ. പിന്നെ ഇത് ബിഗിനേഴ്സിനും കൂടെ പറ്റിയിട്ടുള്ളൊരു മേക്കപ്പ് വീഡിയോ കേട്ടോ. അപ്പം നിങ്ങളുടെ കയ്യിലുള്ള മോയ്സ്ചറൈസർ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. അപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഈ പാലറ്റാണ് കേട്ടോ. അപ്പം ഇത് നമുക്ക് കൺസീലറായിട്ടും പിന്നെ കോണ്ടൂറായിട്ടും കളർ കറക്റ്ററായിട്ടൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു കളർ യൂസ് ചെയ്ത് തീർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഓറഞ്ചാണ് നമ്മൾ കളർ കറക്റ്ററായിട്ട് എടുക്കുന്നത്. പിന്നെ ഞാൻ ഫൗണ്ടേഷനായിട്ട് യൂസ് ചെയ്യുന്നത് ലാക്മേയുടെ ഇതാണ് കേട്ടോ. ഇതിനധികം വലിയ പ്രൈസൊന്നും ഇല്ല കേട്ടോ. എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്നൊരു പ്രൈസ് ഇതിനുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും കളർ കറക്ഷൻ ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ കറക്റ്റ് പ്രൈസ് ഇത്രയൊന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അതായത് നമ്മുടെ ഡാർക്ക് സ്പോട്ട്, നമ്മുടെ അണ്ടർ ഐസ് എല്ലാവരുടെയും ഓൾമോസ്റ്റ് അവിടെ നല്ല ഡാർക്കായിരിക്കും. പിന്നെ നല്ല പിമ്പിൾസ് ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും നല്ല ഡാർക്ക് സ്പോട്ട് ഉണ്ടെങ്കിലൊക്കെ നമുക്ക് അവിടെ കവർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ രണ്ട് സൈഡിലെ ഡിഫറൻസ് നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ടായിരിക്കുമല്ലേ. ഈ ഒരു പ്രൊഡക്റ്റ് വാട്ടർ പ്രൂഫാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് കുറച്ച് ഹൈ ലെവലായിട്ടുള്ള മേക്കപ്പ് ചെയ്യുമ്പോൾ വരെ ഇത് യൂസ് ചെയ്യാം കേട്ടോ. സെപ്പറേറ്റ് ആയിട്ട് കൺസീലറും ഹൈലൈറ്ററും കോണ്ടോറൊക്കെ വാങ്ങുന്നതിൽ നല്ലത് ഇതുപോലെ സെറ്റായിട്ട് വാങ്ങുന്ന കേട്ടോ. അതാകുമ്പോൾ നമുക്ക് പൈസ ലാഭിക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ ഫേസിലുള്ള ഓൾമോസ്റ്റ് ഡാർക്ക് സ്പോട്ടൊക്കെ ഞാൻ കവർ ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പം നമുക്കിനി ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കാം. അപ്പം എൻ്റെ അടുത്തൊരു പാലറ്റ് ഉണ്ട്, അതിൽ വെച്ച് മിക്സ് ചെയ്തിട്ടാട്ടോ ഞാൻ ആക്കുന്നത്. അപ്പോൾ പൊതുവേ എല്ലാവരും ഫൗണ്ടേഷൻ ഇടുന്ന സമയത്ത് കളർ കറപ്ഷൻ ഒന്നും ചെയ്യത്തില്ല. ചുമ്മാ എടുത്ത് നമ്മൾ പോകുന്നതിന് മുമ്പ് പൗഡറൊക്കെ ഇടുന്ന പോലെ ഇട്ടിട്ടാട്ടോ എല്ലാവരും പോകുന്നത്. അപ്പോൾ നമ്മൾ അതിന് മുമ്പ് ഒന്ന് കളർ കറപ്ഷൻ ചെയ്ത് കൊടുക്കാൻ നോക്കുക. അപ്പോൾ നമ്മുടെ ആ ഡാർക്ക് സ്പോട്ടൊക്കെ ഒന്ന് കവറായിട്ട് കിട്ടും കേട്ടോ. പിന്നെ ഫൗണ്ടേഷൻ ആണെങ്കിലും നമുക്ക് മാച്ചുള്ള ഫൗണ്ടേഷൻ ഇടുക. അതായത് ഒരു ചെറിയ ഷെയ്ഡാണെങ്കിൽ പോലും നമുക്കത് പെട്ടെന്ന് അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ ബ്രഷ് യൂസ് ചെയ്യേണ്ടവർക്ക് ബ്രഷ് യൂസ് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ ഇപ്പം നിങ്ങളുടെ അടുത്ത് ബ്ലെൻഡർ ഉണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാം കേട്ടോ. പൊതുവേ മേക്കപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ബ്രഷ് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ല കേട്ടോ. അപ്പോൾ ഇത് ഫൗണ്ടേഷൻ്റെ ഇതായതുകൊണ്ട് ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത്. ഫൗണ്ടേഷൻ ഇട്ട് കൊടുത്ത് എന്തായാലും കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്തിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ ഫൗണ്ടേഷൻ സെറ്റായിട്ട് ഇരിക്കത്തില്ല. ഇനി നമുക്ക് ഐബ്രോസ് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് മാഴ്സിൻ്റെ ഐബ്രോ പാലറ്റാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ടു ഷെയ്ഡ്സ് വരുന്നുണ്ട്. ഒരു ലൈറ്റ് കളറും ഒരു ഡാർക്കായിട്ടുള്ള കളറും. പൊതുവേ എൻ്റെ ഐബ്രോസ് ഭയങ്കര ഡാർക്ക് ആയതുകൊണ്ട് തന്നെ വലുതായിട്ട് എനിക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കേണ്ട കാര്യം. ഫില്ല് ചെയ്യുന്നതിന് മുമ്പ് ഈ സ്പൂളി ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ഇതൊന്ന് കോംബ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൽ 2 ബ്രഷ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഒരിക്കലും ഐബ്രോസ് ഫസ്റ്റ് സൈഡിൽ നിന്ന് ഫില്ല് ചെയ്ത് തുടങ്ങരുത്. ഐബ്രോസ് എപ്പോഴും ഫില്ല് ചെയ്യേണ്ടത് നമ്മുടെ ഐബ്രോസിൻ്റെ സെൻറ്ററിൽ നിന്ന്. എൻ്റെ ഐബ്രോസ് ഫില്ല് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. എൻ്റെ ഓൾറെഡി നല്ല ഷേപ്പുണ്ട്. പക്ഷേ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പം നമ്മൾ നല്ല ഡാർക്ക് ഐബ്രോസ് ഉള്ള ആൾക്കാരാണെങ്കിൽ ഒരിക്കലും പിന്നെയും ഡാർക്ക് കൊണ്ട് എഴുതി വെക്കേണ്ട കാര്യമില്ല കേട്ടോ. പിന്നെ എൻ്റെ ഒരു ഇതൊക്കെ അനുസരിച്ച് അതിൽ കണ്ട ലൈറ്റ് ഷെയ്ഡാകട്ടോ എനിക്ക് വേണ്ടത്. പിന്നെ ഞാൻ ജസ്റ്റ് ഒരു ഇത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി മാത്രം കാണിച്ചു തരുന്നതേ ഉള്ളൂ. അപ്പോൾ 2 ഐബ്രോസും ഞാൻ ഏകദേശം ഫില്ല് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അപ്പം നമുക്കിനി ഐലൈനർ വരച്ചു കൊടുക്കാം. ഞാൻ ഈ ബെവോണ്ട് ഇതാട്ടോ യൂസ് ചെയ്യുന്നത്. പണ്ടൊക്കെ സ്കൂൾ പഠിക്കുന്ന സമയത്ത് ഞാൻ കണ്ണ് മൊത്തം മാരി എഴുതുമായിരുന്നു, കണ്ണിൻ്റെ താഴെ മുകളിലൊക്കെ. പക്ഷേ ഇപ്പം ഞാൻ താഴെ എഴുതി കഴിഞ്ഞാൽ എൻ്റെ കണ്ണിൻ്റെ അടി നന്നായിട്ട് ഇരുണ്ടിരിക്കും കേട്ടോ. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ആ വിങ്സ് മാത്രമേ എഴുതി കൊടുക്കാറുള്ളൂ കേട്ടോ. പണ്ടൊക്കെ ഞാനിത് ചെയ്ത് തുടങ്ങിയ സമയത്ത് എൻ്റെ ഒരു കണ്ണിൻ്റെ തെക്കോട്ടും അപ്പുറത്തേത് വടക്കോട്ടുമായിരുന്നു കേട്ടോ പൊക്കോണ്ടിരുന്നത്. ഇപ്പോൾ എന്തായാലും അത് കറക്റ്റായിട്ട് ഞാൻ ചെയ്യാൻ പഠിച്ചു കേട്ടോ. പിന്നെ ഇത് സ്വിസ് ബ്യൂട്ടിയുടെ മസ്കാരയാണ് കേട്ടോ. നല്ല സ്മഡ്സ് പ്രൂഫും വാട്ടർ പ്രൂഫും ഒക്കെ ആണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഇടാൻ നല്ല സുഖം കേട്ടോ. എല്ലാ മസ്കാരയൊക്കെ ഇടുമ്പം അത്ര സുഖം ഉണ്ടാവില്ല കേട്ടോ. പക്ഷേ ഞാനിത് യൂസ് ചെയ്ത് നോക്കിയപ്പം എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ നമ്മൾ കോണ്ടോർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ ഒരു ഇത് ഡൗൺവേർഡ്സ് ആയിട്ടാട്ടോ ചെയ്ത് കൊടുക്കണ്ടേ. നമ്മളിപ്പം എത്ര വലിയ മൂക്കാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ കോണ്ടോർ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിന് ഷേപ്പ് മാറ്റാൻ പറ്റും കേട്ടോ. ചിലരുടെ നോസ് ഭയങ്കര തിന്നായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യത്തില്ലേ, അത് മെയിനായിട്ട് കോണ്ടോർ ചെയ്യുന്നതുകൊണ്ടായിരിക്കും കേട്ടോ. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് മാഴ്സിൻ്റെ ലിപ്സ്റ്റിക് പാലറ്റാണ് കേട്ടോ. അപ്പം ഇതിൽ എല്ലാം നല്ല മെയ്ഡ് കളേഴ്സാട്ടോ ഉള്ളത്, ലൈറ്റ് ഷെയ്ഡും ഉള്ളതുകൊണ്ട്. പക്ഷേ ഞാനിത് മെയിനായിട്ട് യൂസ് ചെയ്യാറില്ല കേട്ടോ. എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുമ്പോൾ മാത്രമേ ഞാനിത് എടുക്കാറുള്ളൂ. അല്ലാണ്ട് നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക് ആണെങ്കിലും മതി കേട്ടോ. അതായത് നിങ്ങൾ ഈ മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെ ചെയ്യുന്ന കണ്ടിട്ടില്ലേ. അതായത് നമ്മുടെ അടുത്ത് ഇപ്പം ലിപ്പ് ലൈനർ ഇല്ലെങ്കിലും നമുക്ക് ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ലിപ്പ് ലൈൻ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നമുക്ക് എന്നിട്ട് ആ ലിപ്സ്റ്റിക് തന്നെ യൂസ് ചെയ്യാൻ ചെയ്യും. ഇപ്പം ലിപ്പ് ലൈൻ ചെയ്യാതെ നമുക്ക് ലിപ്സ്റ്റിക് ഇടാം കേട്ടോ. പക്ഷേ നമ്മൾ പെട്ടെന്ന് ഒരാളെ കാണുന്ന സമയത്ത് ലിപ്പ് ലൈൻ ചെയ്യുവാണെങ്കിൽ അവിടെ പ്രത്യേക ഒരു ഷേപ്പ് ഉണ്ടാവും. അപ്പോൾ അത് കാണാൻ ഒരു പ്രത്യേക ഭംഗി ഉണ്ടാവില്ലേ. അപ്പോൾ നിങ്ങൾ ലിപ്സ്റ്റിക് ഇടുന്ന സമയത്ത് പറ്റുകയാണെങ്കിൽ ജസ്റ്റ് അതൊന്ന് ലൈൻ ചെയ്ത് കൊടുക്കാൻ നോക്കുക. എവിടെ പോവുകയാണെങ്കിലും ഞാൻ ലൈറ്റായിട്ട് ലിപ്സ്റ്റിക് ഇടാറുള്ളൂ കേട്ടോ. പൊതുവേ കുറേ ലിപ്സ്റ്റിക് എടുത്തിടുമ്പം എനിക്കത് ചേരാത്തതായിട്ടാണ് തോന്നാറ്. ലിപ് ഗ്ലോസിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ലിപ് ബാം എടുത്തിടാം കേട്ടോ. ഞാൻ ചിലപ്പോൾ ഒക്കെ ആയിട്ട് പരീക്ഷിച്ച് നോക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചേരുന്ന ലിപ്സ്റ്റിക് ഏതാണോ അതങ്ങ് ഇട്ടാൽ മതി കേട്ടോ. വെറുതെ കാണുന്നത് നല്ല കളറായിരിക്കും, പക്ഷേ നമ്മളിട്ട് കഴിയുമ്പോൾ നമുക്കത് ഒട്ടും മാച്ച് ആയിരിക്കത്തില്ല കേട്ടോ. പിന്നെ ഇതും ഒരു കോണ്ടോറും ബ്ലഷും ഹൈലൈറ്ററൊക്കെ വരുന്ന ഒരു ഇതാട്ടോ.
അപ്പം ഞാൻ ഇതിലെ ബ്ലഷാട്ടോ എപ്പോഴും യൂസ് ചെയ്യുന്നത്. പൗഡറായിട്ടുള്ള ബ്ലഷ് യൂസ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം, ലിക്വിഡായിട്ടുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. നിങ്ങൾക്ക് ഏതാണോ ചേരുന്നതെന്ന് തോന്നുന്നത് നിങ്ങളത് യൂസ് ചെയ്യുക. പണ്ടൊക്കെ ബ്ലഷ് ഇടുന്നത് ആ ചീക്കിൻ്റെ ഏരിയ ജസ്റ്റ് ടച്ച് ചെയ്ത് അങ്ങനെയായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പം നമ്മൾ ബ്ലഷ് ഇടുന്നത് ഈ മുകളിലോട്ടായിട്ടാട്ടോ. നമ്മുടെ ഫേസ് എത്ര റൗണ്ട് ആണെങ്കിലും കുറച്ചുകൂടെ ലെങ്ത് ഉള്ളതായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ മുഖം കുറച്ചുകൂടെ നീണ്ടതായിട്ട് ഇങ്ങനെ ഇടുമ്പോൾ തോന്നും കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ അപ്പോൾ ഫൈനൽ ലുക്ക്. ഞാനപ്പോൾ ഇതിൽ മെയിനായിട്ട് പ്രൈമർ യൂസ് ചെയ്തിട്ടില്ല, ഹൈലൈറ്റർ യൂസ് ചെയ്തിട്ടില്ല, ഐ ഷാഡോ യൂസ് ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒരു ടച്ചപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിലും ഇല്ലെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പം ബൈ.